ഇന്ന് ഉച്ചയ്ക്ക് ഏകദേശം 2 മണിയോട് അടുക്കുമ്പോഴാണ് പറവണ്ണയിൽ ഈ കാണുന്ന വീടിനും അതിന് തൊട്ടടുത്തുള്ള ഈ മദ്രസയ്ക്കും തീ പിടിക്കുന്നത്. വീട് പൂർണ്ണമായി കത്തി നശിച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ ഈ മദ്രസയും പൂർണ്ണമായി കത്തി നശിക്കുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. വിവരമറിഞ്ഞ ഉടനെ തന്നെ തിരൂർ, താനൂർ എന്നിവിടങ്ങളിൽ നിന്ന് ഫയർഫോഴ്സ് യൂണിറ്റുകൾ 3ഓളം വരുന്ന യൂണിറ്റുകൾ എത്തിയാണ് തീ നിയന്ത്രണ വിധേയമാക്കിയിട്ടുള്ളത്. പരിസര പ്രദേശത്തുള്ളവർ കൂടി നമ്മളോടൊപ്പം ചേരുന്നു. എന്താണ് സംഭവിച്ചത്? എന്താണെന്ന് സംഭവിച്ചത് അറിയില്ല. ഏകദേശം 1 മണിക്കൂർ മുമ്പ് ആദ്യം ഈ വീടിന് കളരിക്കൽ പാത്തുമോളെ വീട് ആണിത്, ഈ ഒല വീട്. അതിന് തീപിടിച്ച് പിന്നെ അതിന് ശേഷം മദ്രസ മൊത്തം കത്തി തണിഞ്ഞ് കുറേ ഫയലുകളും എല്ലാം നശിച്ചിട്ടുണ്ട്. എല്ലാം ഏകദേശം ഒരു 3-4 ലക്ഷം റുപ്യേൻ്റെ നഷ്ടമാണ് മദ്രസക്ക് വന്നിട്ടുള്ളത്. അതേപോലെ ലക്ഷക്കണക്കിന് റുപ്യ ഈ പാത്തുമോളെ വീടിനും നഷ്ടം വന്നിട്ടുണ്ട്. പൂർണ്ണമായി കത്തി നശിച്ച് വീടും മദ്രസയും കത്തി നശിച്ച് ഇനി ലക്ഷങ്ങൾ വേണ്ടി വരും. ഇനി ഈ കുട്ടികൾ ഈ പാവപ്പെട്ട അതും മത്സ്യത്തൊഴിലാളി ഏരിയയാണ്. അത് ഇത് പറഞ്ഞ് പുതിയതായി എടുക്കണമെങ്കിൽ ലക്ഷക്കണക്കിന് റുപ്യ വേണ്ടി വരും. ചെറിയ പിഞ്ച് പൈതമക്കൾ പഠിക്കുന്ന മദ്രസയാണ്. അത് മത്സ്യത്തൊഴിലാളി കുട്ടികളാണ്, മൊത്തം ഫുൾ മത്സ്യത്തൊഴിലാളി കുട്ടികളാണ് ഈ വാർഡിലുള്ളത്. ഞാൻ വാർഡ് മെമ്പറാണ്. ഈ പെട്ടെന്ന് ഫയർഫോഴ്സിൻ്റെ ഇടപെടലാണ്. അതെ, ഫയർഫോഴ്സിൻ്റെ ഇടപെടൽ. എനിക്ക് പെട്ടെന്ന് വിളി വന്നപ്പോൾ ഞാൻ പെട്ടെന്ന് വിളിച്ച്, ഞാൻ വില്ലേജിലേക്ക് വിളിച്ച്, പിന്നെ പഞ്ചായത്തിലേക്ക് വിളിച്ച് എല്ലാ ഉദ്യോഗസ്ഥന്മാരും എത്തിയിട്ടുണ്ട്. വില്ലേജ് ഓഫീസർ ഇപ്പോൾ ഇവിടെ എത്താമെന്ന് പറഞ്ഞിട്ടുണ്ട്. വരുന്നുണ്ട്. ഞാൻ ഇപ്പോൾ വിളിച്ചപ്പോൾ വന്നാ പിന്നെ വരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇവർ വരുന്നുണ്ട് പറഞ്ഞു. എന്താണ് കാരണം എന്നുള്ളതിൽ കാരണം എന്താണെന്ന് അറിയാൻ പറ്റില്ല. എങ്ങനെ സംഭവിച്ചു എന്നുള്ളത് അത് അറിയാൻ പറ്റില്ല. അത് ആരും കണ്ടുവരില്ല. എന്ത് സംഭവിച്ച തീ പിടിച്ച്. പക്ഷേ ആർക്കും പരിക്കില്ലല്ലേ? അതാണ് ആശ്വാസം. ഇല്ല, ആർക്കും പരിക്കൊന്നുമില്ല. അത് നാട്ടുകാരുടെ സഹായം കൊണ്ട് പരിക്കില്ലാതെ കഴിച്ചിലായി. പിന്നെ ഈ സ്ഥാപനം രണ്ടും നശിപ്പിച്ചെന്ന് മാത്രം. ആ സമയത്ത് ഇവിടെ ആരെങ്കിലും ഉണ്ടായിരുന്നോ? ഈ തീ പടർന്ന സമയത്ത് ഈ പ്രദേശത്ത് ആരെങ്കിലും ഉണ്ടായിരുന്നോ? ഉണ്ടായതിൻ്റെ കുട്ടികൾ കണ്ടതിനല്ലേ നമ്മളൊക്കെ വിവരം അറിയിച്ച് ഇത് ഇത്രത്തോളം എത്തിയത്. അല്ലെങ്കിൽ ഈ മേഖല മൊത്തം കത്തി നശിക്കും. വീട്ടിലാരും ഉണ്ടായിരുന്നില്ലല്ലോ? ഒരാൾ പിന്നെ ഹോസ്പിറ്റലിൽ പോയത്, എനിക്ക് പാത്തുമ്പോൾ ഹോസ്പിറ്റലിൽ പോയതാണ്. പിന്നെ മദ്രസ പഠനം കഴിഞ്ഞ് എന്തായാലും നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം, പൂർണ്ണമായിട്ട് ഈ മദ്രസയും വീടും കത്തി നശിക്കുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. ആ സമയത്ത് മദ്രസയിലോ വീട്ടിലോ ആരും ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ് ആശ്വാസകരമായിട്ടുള്ള കാര്യം. പക്ഷേ ഒരു വലിയ അപകടത്തിലേക്കൊക്കെ പോവാതെ ഒരു ആശ്വാസം എന്നവണ്ണം ആർക്കും പരിക്കില്ല എന്നുള്ളത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. എന്തായാലും നിലവിൽ ലക്ഷക്കണക്കിന് രൂപയുടെ നഷ്ടം ഈ 2 ഇടത്തും സംഭവിച്ചിട്ടുണ്ട്. മദ്രസയിലാകട്ടെ പൂർണ്ണമായി കുട്ടികളുടെ പുസ്തകങ്ങൾ ഉൾപ്പെടെ കത്തി നശിക്കുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. അതേപോലെ തന്നെ ഈ പാത്തുമോൾ എന്ന് പറയുന്നവരുടെ വീട് അത് പൂർണ്ണമായി കത്തി നശിച്ചിട്ടുണ്ട്. ഒന്നുപോലും ഇല്ല, അവിടെ അവശേഷിച്ചിട്ടില്ല എന്നുള്ളതാണ് നമുക്ക് ദൃശ്യങ്ങളിൽ കാണാൻ. ഒന്നുപോലും പാത്രങ്ങൾ ഉൾപ്പെടെ മുഴുവനും കത്തി നശിക്കുന്ന ആ സാഹചര്യം തന്നെയാണ് ഉണ്ടായിട്ടുള്ളത്. എന്തായാലും ഇടപെടൽ, അതായത് നാട്ടുകാരുടെയും ഫയർഫോഴ്സിൻ്റെയും ഇടപെടൽ കൃത്യമായി പറയേണ്ടത് തന്നെയാണ്. അവരുടെ ഇടപെടൽ മൂലമാണ് ഒരുപക്ഷെ വലിയ തോതിലേക്ക് ഈ പരിസര പ്രദേശങ്ങളിലേക്ക് തീ പടരാതെ തീ അണയ്ക്കാൻ വേണ്ടി കഴിഞ്ഞത് എന്നുള്ളത് നമുക്ക് ആശ്വാസകരമായി തന്നെ കാണാൻ വേണ്ടി കഴിയും. എന്തായാലും നിലവിൽ ഈ 2, അതായത് ഈ വീടും മദ്രസയും പൂർണ്ണമായി കത്തി നശിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. വീഡിയോ ജേർണലിസ്റ്റ് ഷെഫീഖ് കൊർലായിക്കൊപ്പം വി സോണകൃഷ്ണ, റിപ്പോർട്ടർ, തിരൂർ.